അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല എത്ര തന്നെ സൺസ്ക്രീൻ ഇട്ടെന്ന് പറഞ്ഞാലും പുറത്ത് ഫുൾ ടൈം വെയിലത്താണെങ്കിൽ ഉറപ്പായിട്ടും ടാൻ അടിക്കും. അതിനൊരു ഉദാഹരണമാണ് എൻ്റെ ഈ ഒരു ഫേസ് കേട്ടോ. ഇന്നലെ ഞാൻ ടോട്ടലി ഫുൾ വെയിലത്തായിരുന്നു. അതിൻ്റെ പേരിൽ നന്നായിട്ട് നെറ്റിമേലും ഇവിടെയൊക്കെ നല്ല രീതിക്ക് ടാൻ ആയിട്ടുണ്ട്. ഫേസ് മാത്രമല്ല കൈമേലും ടാൻ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാന് നമുക്ക് ഇൻസ്റ്റൻ്റ്ലി റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആളാണ് ഞാനിപ്പോൾ എറിഞ്ഞ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു പാക്ക് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഈ ഒരു റെമഡിക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്, ചീപ്പാണെന്ന് വിചാരിച്ചിട്ട് ആരും തള്ളിക്കളയരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്ത് സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിലും ക്ലിയർ ആക്കാനായിട്ട് ഈ ഒരൊറ്റ പാക്ക് മതി. നിങ്ങൾക്കിപ്പോൾ പിമ്പിൾസ് ആണെങ്കിലും പിമ്പിൾസ് മാർക്സ് ആണെങ്കിലും ഡാർക്ക് സ്പോട്ട് ആണെങ്കിലും പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും റിങ്കിൾസ് ആണെങ്കിൽ പോലും നമുക്ക് അതെല്ലാം കുറച്ച് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്ലോ ആക്കാനും പറ്റിയിട്ടുള്ളൊരു അടിപൊളി റെമഡിയാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര നേരം എറിഞ്ഞിട്ടുള്ള സാധനം വേറെ ഒന്നുമല്ല, നമ്മുടെ സ്ട്രോബെറിയാണ് കേട്ടോ. സ്ട്രോബെറി. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. വെറും 2 ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്ട്രോബെറിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ഒരു 3 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി കഴുകിയിട്ട് അതിൻ്റെ ആ ലീഫൊക്കെ ഉണ്ടല്ലോ അത് കളയാട്ടോ. എന്നിട്ട് ആ ഒരു മിക്സി ഉപയോഗിക്കരുത്, ജസ്റ്റ് നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ മാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ആരും മിക്സിയിലിടരുത് കേട്ടോ. മിക്സിയിലിട്ട് ആരും ഈ പരിപാടിക്ക് നിൽക്കരുത്. അപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്യുക. സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടൊക്കെ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. ഈ മാഷ് ചെയ്യുന്ന കൂട്ടത്തിലേക്ക് നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ് കേട്ടോ. ഹണി അതിലേക്ക് തേന് ചേർക്കാൻ പോവാണ്. ഒരു ടീസ്പൂണോളം മതി കേട്ടോ. ഏകദേശം 1 ടീസ്പൂണോളം വരുന്ന രീതിക്ക് നമ്മൾ തേൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മതി കേട്ടോ, ഇത്ര തന്നെ ധാരാളം. എൻ്റെ പൊന്നോ, ഇതെനിക്ക് ഫേസിലിടാൻ തോന്നുന്നില്ല, കഴിക്കാനാ തോന്നുന്നത് കേട്ടോ. ഇത് അതുപോലെ തന്നെ നമുക്കിത് ഫേസ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പ്രോബ്ലം ആണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാന്നുള്ളത്. അപ്പോൾ നമ്മുടെ തേനും അതുപോലെ തന്നെ സ്ട്രോബെറിയും നല്ല രീതിക്ക് മാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മുടെ ഫേസിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇത് ഫേസിലേക്ക് മാത്രമല്ല, നമുക്ക് നമ്മുടെ ലിപ്പിലേക്കും അപ്ലൈ ചെയ്യാൻ ബെസ്റ്റ് സംഭവമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ലിപ് ബാമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് സ്ട്രോബെറിയുടെ എക്സ്ട്രാക്ട് ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ആളാണ് നമ്മുടെ ഈ ഒരു സ്ട്രോബെറി കേട്ടോ. അപ്പോൾ ഞാനിത് ടോട്ടൽ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഫേസിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ ലിപ്പിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ലിപ്പ് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാനായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. കഴുത്തിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്ലൈ ചെയ്തിട്ട് ഒരു മാക്സിമം അരമണിക്കൂർ അല്ലെങ്കിൽ 25 മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇത്ര നേരം വെച്ചതിന് ശേഷം പ്ലെയിൻ വാഷ് കൊടുക്കുക. അപ്പോൾ നമുക്ക് റിസൾട്ട് കാണാം. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം അരമണിക്കൂറോളം ഞാൻ ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് വാഷ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. വാവ്, അടിപൊളി, അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് സ്കിന്നൊരു ബ്രൈറ്റ്നെസ് വെച്ച പോലെ ഉണ്ട് കേട്ടോ. നേരത്തെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടായിരുന്നു. ഇപ്പോൾ നോക്കിയേ നല്ല രീതിക്ക് ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ്ലി നല്ല രീതിക്ക് ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട് ഫേസ്. നെറ്റിയിൽ ചെറിയൊരു രീതിക്ക് ടാൻ ഉള്ള പോലെ ഉണ്ട്, നന്നായിട്ട് പോയിട്ടില്ല. എങ്കിലും നെറ്റിമേ നല്ല ടാൻ ഉള്ളതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടാൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി എൻ്റെ ഇവിടത്തേക്ക് നല്ല രീതിക്ക് പോയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്ക്രബ് ചെയ്തിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവില്ലേ, ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നല്ല രീതിക്ക് സ്കിന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. മാത്രമല്ല സ്കിന്ന് നല്ലൊരു ഗ്ലോയിങ് ലുക്കും വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു നല്ലൊരു ഗ്ലോയിങ് ഫീലിംഗ് തരുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ് ഈ ഒരു റെമഡി. ഒരു തവണത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ആയിട്ടുള്ള റെമഡിയാണ്. നിങ്ങൾ ഒരു തവണ എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിർത്താൻ പോകുന്നില്ല കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കും, ഞാൻ ഉറപ്പ് തരാണ്. അത്രയും സൂപ്പർ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്.
അതുപോലെ തന്നെ നമ്മൾ എന്തൊരു ഹോം റെമഡി ചെയ്ത് കഴിയുമ്പോഴും മസ്റ്റായിട്ട് നമ്മൾ നല്ലൊരു ഫേസ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നല്ലൊരു ജെല്ലോ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. എങ്കിലേ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ഈ ഒരു മെത്തേഡ് കൂടി ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഷംനൂസ് ഓർഗാനിൻ്റെ സാഫ്രോൺ ആലോവേറ ജെല്ലാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു 2-3 ടൈംസ് എങ്കിലും യൂസ് ആക്കാനായിട്ട് നോക്കുക കേട്ടോ. മാക്സിമം യൂസ് ആക്കാനായിട്ട് നോക്കുക. അപ്പോൾ മാക്സിമം ഈ രീതിക്ക് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വരാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ഗുഡ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരു തവണത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്.